Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെയും കാണുക. കാരണം ഓരോ ചോദ്യത്തിനും വളരെ ലളിതമായിട്ടുള്ള എന്നാൽ വിശദമായിട്ടുള്ള നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഉത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ചോദ്യവും വായിച്ചതിന് ശേഷം അതിൻ്റെ വിശദമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെയും കാണുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പഠന പ്രവർത്തനത്തിലേക്ക് പോകാം. വായിക്കാം പറയാം എന്നാണ് ആദ്യത്തെ പഠന പ്രവർത്തനം. അതിലെ ഒന്നാമത്തെ ചോദ്യം, അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്, ഏതെല്ലാമാണവ? അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഏറെ കുട്ടികളുള്ള പുരയാണ്, കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? ഇങ്ങനെ പറയാൻ കാരണമെന്ത്? അടുത്ത ചോദ്യം, ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്? എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ, ആരാണിങ്ങനെ പറഞ്ഞത്, എപ്പോൾ? അപ്പോൾ ഈ ഒരു വാക്യം പറഞ്ഞത് ആരാണെന്നും അത് എപ്പോൾ ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ ഉത്തരത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ബിച്ചായി ഷെയ് താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. എന്താവും കാരണം? അടുത്ത ചോദ്യം, പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ? അടുത്ത പഠന പ്രവർത്തനം, നാടൻ പദങ്ങളും പ്രയോഗങ്ങളും. റാത്തൽ, സേർ, പൊതിരുക, തെരത്തു പോകുക, മറതി, ഇങ്ങനെ ഒട്ടേറെ നാട്ടുഭാഷാ പദങ്ങൾ ഈ പാഠഭാഗത്തുണ്ട്. പാഠഭാഗത്തെ ഇത്തരം പദങ്ങളും അവയുടെ അർത്ഥവും കണ്ടെത്തി ചാർട്ടിലെഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. അടുത്ത പഠന പ്രവർത്തനം, താജ് പണിയുന്ന താത്ത. പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബിച്ചായി ഷെയ് താത്തയെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്തെഴുതൂ. അപ്പോൾ ബിച്ചായി ഷെയ് താത്തയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം.
അടുത്ത പഠന പ്രവർത്തനം അടുക്കള ആരുടേതാണ്? എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മണ്ടാവോ? ബിച്ചായി ഷെയ്ത്താത്ത തൻ്റെ പെമ്മക്കളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആൺമക്കൾക്കും ഇത് ബാധകമല്ലേ? അടുക്കള എന്ന കവിതയിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം എന്ന വരികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കാനായി അടുക്കള ആരുടേതാണെന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കൂ. അപ്പോൾ ഇവിടെ അടുക്കള എന്ന കവിതയിൽ ആര് മറന്നു വെച്ചു എന്ന് തുടങ്ങുന്ന ഈ വരികളും അതുപോലെ തന്നെ ബിച്ചായി ഷെയ്ത്താത്ത തൻ്റെ പെൺമക്കളോട് പറയുന്ന ഈ വാക്കുകളും തമ്മിൽ ഉള്ള ആ ഒരു രണ്ടും കൂടെ ചേർത്ത് വായിച്ച് അതിന് പൊതുവായി വരുന്ന അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്താണ്? പെണ്ണുങ്ങളുടെ മാത്രം അല്ലെങ്കിൽ പെൺമക്കളുടെ മാത്രം കടമയാണ് അടുക്കളയിൽ കയറുക, അവരുടെ അവകാശമാണ് അടുക്കള പണികൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ ആശയം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ആശയത്തോട് നിങ്ങളുടെ അഭിപ്രായം യുക്തിപൂർവ്വം അവതരിപ്പിക്കാനായി അടുക്കള ആരുടേതാണ് എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംവാദം സംഘടിപ്പിക്കുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ആശയങ്ങൾ എഴുതണം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അടുത്ത പഠന പ്രവർത്തനം അഭിനയിക്കാം എന്നതാണ്. നിങ്ങളുടെ ചിന്തയിലുള്ള മാറിയ അടുക്കളയെ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുക. അപ്പോൾ ഇത് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ പണ്ടത്തെ കാലത്തെ അടുക്കളയും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് അടുക്കള എത്രത്തോളം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ആരൊക്കെയാണ് അടുക്കളയിൽ പണ്ട് കയറാതിരുന്നത് ഇപ്പോൾ കയറുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാർ അടുക്കളയിൽ കയറുന്നുണ്ടോ, അതുപോലെ അടുക്കളയിലെ ജോലികളിൽ വന്ന മാറ്റം, അതുപോലെ തന്നെ അടുക്കള എന്ന ആ ഒരു അടുക്കളയ്ക്ക് പൊതുവായി അടുക്കള എന്ന സ്ഥലത്തിന് വന്ന മാറ്റം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറിയ അടുക്കള എന്ന ഒരു ആശയം നിങ്ങൾ അഭിനയത്തിലൂടെ അവതരിപ്പിച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് വേണം ആ ഒരു അഭിനയം കാഴ്ചവെക്കാൻ.